കാസർഗോഡ് കുമ്പളയിൽ അഭിഭാഷക ആത്മഹത്യ ചെയ്തു. അവരുടെ സ്വന്തം ഓഫീസിൽ തന്നെയാണ് കാണപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം. അവർ വീട്ടിൽ നിന്ന് പല പ്രാവശ്യം അവരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കാതെ വന്നു. എന്താ സംഭവിച്ചത് അറിയില്ല. വക്കീൽ ഓഫീസിൽ തന്നെ ഉണ്ടല്ലോ. അവർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടി ഓഫീസിൽ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നത്. കുമ്പളയിലെ DYFI നേതാവായിരുന്ന അഭിഭാഷക, ആ DYFI നേതാവ് മാത്രമല്ല അവിടുത്തെ ബാറിലെ അഡ്വക്കേറ്റും കൂടിയാണ്. അവർ കുമ്പള മേഖലാ പ്രസിഡൻ്റായിരുന്നു DYFIയുടെ. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയുമായിരുന്നു. അങ്ങനെയുള്ള അഡ്വക്കേറ്റ് രഞ്ജിത കുമാരി എന്ന 30 വയസ്സുകാരിയാണ്. അവരൊരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. അതിൽ ചില കാര്യങ്ങൾ, തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വക്കീലിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുതന്നെയല്ല, മരണത്തിന് അല്ലെങ്കിൽ മരിക്കുന്നതിന്, ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ അവസാനത്തെ കോള് പോയിരിക്കുന്നതും തിരുവല്ല സ്വദേശി അനിൽകുമാറിൻ്റെ ഫോണിലേക്കാണ്. അനിൽകുമാർ കാസർഗോഡ് കുമ്പളയിൽ ഇവരുടെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. അയാൾക്ക് 37 വയസ്സുണ്ട്, ഇവർക്ക് 30 വയസ്സുമുണ്ട്. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ തന്നെയാണ് കരുതുന്നു. കാരണം പ്രേരണാക്കുറ്റം തന്നെ ചുമത്തേണ്ടി വരും. അവരുടെ മൊബൈൽ ഫോണിലും അവരുടെ ആത്മഹത്യാക്കുറിപ്പിലും ആ കാര്യം വ്യക്തമാകുന്നുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാറിന് എതിരായിട്ട് തന്നെയാണ് കുറിപ്പ്. അയാൾ വിവാഹിതനാണോന്ന് എനിക്കറിയില്ല, എങ്കിലും ഇവർ വിവാഹം കഴിച്ചവരാണ്. ഇവർ ഭർത്താവ് മംഗൽപ്പാടി ബേരിക്ക കടപ്പുറത്തെ കൃതേഷ് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയാണ്. അവരുടെ കുടുംബത്തിൽ ഭർത്താവ് ഒത്ത് കുടുംബാംഗങ്ങളൊത്ത് താമസിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ അഡ്വക്കേറ്റുമായിട്ട് ചില ബന്ധങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവസാനത്തെ കോള് അയാൾക്കാണ് പോയിരിക്കുന്നത്. രണ്ടാമത് കുറിപ്പിനകത്ത് അയാളെപ്പറ്റി പ്രത്യേകമായിട്ട് പറയുന്നുമുണ്ട്. അയാൾ തിരുവല്ലയിൽ നിന്ന് കുമ്പളയിൽ കാസർഗോഡാണ് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. 37 വയസ്സുകാരനുമാണ്. ഇവരുമായിട്ടുള്ള ബന്ധം ദൃഢമായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ഇയാൾ കാരണമാണ് അവർ ആത്മഹത്യ ചെയ്യാനും കാരണം. അതുകൊണ്ട് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് പ്രേരണ കുറ്റം ചുമത്തേണ്ടി വരും. അത് 306 IPC പ്രകാരം പഴയത്, അല്ലെങ്കിൽ 108 BNS പ്രകാരം പ്രേരണ കുറ്റം അയാളുടെ പേരിൽ ചാർത്തിയാണ് കുമ്പള പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുമ്പളയിലുള്ള ചന്ദ്രൻ്റെയും വാരിജാക്ഷിയുടെയും മകളാണ് രഞ്ജിത കുമാരി എന്ന 30-കാരി. അവരും ഭർത്താവുള്ള സ്ത്രീയാണ്. ഈ അഡ്വക്കേറ്റുമായിട്ടുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു. അത് ഏത് അർത്ഥത്തിലാണെന്നുള്ള കാര്യം പോലീസ് ഇതുവരെ വെളിവാക്കിയിട്ടില്ല. എങ്കിലും അതിൻ്റെ മുഴുവൻ വിവരങ്ങളും അവരുടെ ലെറ്ററിലെ കുറിപ്പിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പത്തനംതിട്ട പുറമറ്റം ശാന്തഭവനിൽ അനിൽകുമാർ എന്ന വ്യക്തിയാണ്. ഈ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ ഈ സംഭവ സമയത്ത് അയാൾ അവിടെ ഉണ്ട് എന്നാണ് കരുതുന്നത്. ഇയാൾ പെട്ടെന്ന് അവിടുന്ന് വലിഞ്ഞു കളഞ്ഞു, പൊക്കളഞ്ഞു. ഇയാളെ കോണ്ടാക്റ്റ് മോശമാണ്, സബ്സിക്വൻ്റ് കോണ്ടാക്റ്റ് വളരെ മോശമാണ്. അവർ ആത്മഹത്യ ചെയ്ത് കണ്ടിട്ടോ ആത്മഹത്യ ചെയ്ത് അറിഞ്ഞിട്ടോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം ഇവർക്ക് വശമായതുകൊണ്ട്, ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കണം ഇയാൾ അവിടെ വിട്ടു തിരുവല്ലയ്ക്ക് പൊക്കളഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ സംഭവമാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് കുമ്പള പോലീസ് തിരുവല്ല ഇയാളുടെ വീട്ടിൽ വെളുപ്പാങ്കാലത്തെത്തി. കാരണം ഇയാൾ അവിടുന്ന് മാറിക്കളയുമെന്ന് സംശയമുണ്ടായിരുന്നു. ഏതായാലും വെളുപ്പിനെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കുമ്പള പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കാസർഗോഡ് കൊണ്ടുവന്നു. അതിനുശേഷം ഇയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അയാളെ റിമാൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. വഴിവിട്ട ചില ബന്ധങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിപ്പോയി. അതിൻ്റെ ഒരു പ്രശ്നത്തിലാണ്. കാരണം അത് ആരും അറിയാത്ത രഹസ്യമായ ചില ബന്ധങ്ങളായിരിക്കണം ഇതിന് പ്രേരിപ്പിച്ചത്. എന്താണ് അതിൻ്റെ കണ്ടൻസ് നമുക്കറിയില്ല. അവർ തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലുള്ളതായിരുന്നൊന്നും അറിയില്ല. ഏതായാലും അത് ചോദ്യം ചെയ്ത് 306 പ്രകാരം തന്നെയാണ്, അല്ലെങ്കിൽ 108 അബറ്റ്മെൻറ്റ് BNS പ്രകാരം തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മനസ്സിലാകുന്നത് പ്രേരണ കുറ്റം
ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ് രണ്ടുപേരും. എന്തായാലും ആ രണ്ട് കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. അവർക്ക് ഭർത്താവും മക്കളും ഉണ്ടെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഒരു സംഭവം അവിടുത്തെ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ അല്ലെങ്കിൽ അവിടുത്തെ ബാർ അസോസിയേഷൻ ആൾക്കാർക്കൊക്കെ വളരെയധികം വിഷമമുണ്ടാക്കിയിരിക്കുന്നു. രണ്ടുപേരും അവിടുത്തെ ആ കുമ്പളയിലെ കാസർഗോഡ് പല ബാറിലും അവർ വർക്ക് ചെയ്യുന്നവരാണ്. അതിൽ കൂടെയുള്ള സഹപ്രവർത്തകരും മറ്റു വക്കീലന്മാർക്കൊക്കെ രണ്ടുപേരുടെയും വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇപ്പം കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ആ പെൺകുട്ടി ചെയ്തു, അതിൻ്റെ കാരണക്കാരൻ അഡ്വക്കേറ്റ് അനിൽകുമാറാണ് എന്നാണ് പോലീസിൻ്റെ നിഗമനം.